ഐഫോണിൻ്റെ ഏറ്റവും പുതിയ 17 സീരീസ് ഇറങ്ങിയില്ലേ, അതിനെക്കുറിച്ച് ഒരുപാട് ട്രോൾ വീഡിയോകളും മറ്റൊക്കെ നിങ്ങൾ ഇതിനകം കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഞാൻ ആ പുതിയ ഐഫോൺ മോഡൽ എടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. 19-ാം തീയതി മുതലാണ് അത് റീറ്റെയിലിൽ അവൈലബിൾ ആവുക. എന്തുകൊണ്ട് ഞാൻ എടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളതിൻ്റെ കുറച്ച് റീസൺസ് ഞാൻ ഇതിൽ പറയണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ആപ്പിൾ ആസ് എ കമ്പനി അവരുടെ ഫ്യൂച്ചർ എന്തായിരിക്കും? ഇപ്പോൾ AI-ലും മറ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ ഒരുപാട് ലാഗ് ചെയ്യുന്നുണ്ട്. അവരുടെ ആപ്പിൾ ഇൻ്റലിജൻസ് വേണ്ടത്ര പെർഫോം ചെയ്തിട്ടില്ല. പിന്നെ സാംസങ്ങുകാർ കളിയാക്കുന്നുണ്ടല്ലോ, ഫ്ലിപ്പും ഫോൾഡും ഇപ്പോഴും ആപ്പിളിന് ഇറക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ വേറെ എനിക്കൊന്ന് ഒരുപാട് ടെക്നിക്കൽ ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് ഒരുപാട് ടെക് വ്ളോഗേഴ്സൊക്കെ അതിനെക്കുറിച്ചിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ കമൻറ്റിൻ്റെ ഒരു പ്രൈമറി സോഴ്സ് എന്താ വെച്ചാൽ ആൻഡ്രോയിഡ് വേഴ്സസ് ഐഫോൺ കമ്പാരിസൺ ആണ്. ബട്ട് ദെൻ എനിക്ക് തോന്നുന്നു ഐഫോൺ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇങ്ങനത്തെ ഒരു കമ്പാരിസൺ സ്വയം ചെയ്യും തോന്നുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാക്ടിക്കൽ ലൈഫിൽ ഇമ്പ്രൂവ്മെൻറ്റുകൾ കൊണ്ടുവരാൻ ഐഫോണിന് കഴിയുന്നുണ്ടെങ്കിൽ അവരിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ കുറച്ച് നമ്പേഴ്സ് വെച്ചിട്ട് തന്നെ ഡിസ്കസ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ഐഫോൺ 17 ഒരു പ്രത്യേകത എന്താണെന്നറിയോ? അപ്പോൾ അത് പ്രീ ഓർഡറൊക്കെ ചെയ്യാൻ പറ്റുന്ന ടൈം ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ചൈനയിൽ ഏകദേശം ഒരു ദിവസം ഐഫോൺ 16 ഇറങ്ങിയിട്ട് ഒരു 24 ഹവറിൽ നടന്ന സെയിൽ വെറും 1 മിനിറ്റിൽ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, ഈ 17 ഇറങ്ങിയപ്പോൾ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഡാറ്റ എല്ലാം കണ്ടു. അപ്പോൾ റെക്കോർഡ് ബ്രേക്കിംഗ് സെയിൽസ് ആണ്, റെക്കോർഡ് ബ്രേക്കിംഗ് പ്രീ ഓർഡേഴ്സാണ്, അത് ഇന്ത്യയിലായാലും വേൾഡ് വൈഡ് ആയിട്ടൊക്കെ. അപ്പോൾ ഇതിനും കുറച്ച് റീസൺസ് ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആൻഡ്രോയിഡ് വേഴ്സസ് ഐഫോൺ കമ്പാരിസണോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ജനറലി ഐഫോൺ യൂസേഴ്സ് എന്തുകൊണ്ട് ഐഫോൺ എടുക്കുന്നു, ആപ്പിളിൻ്റെ മാർക്കറ്റ് ഷെയർ എന്താണ് അവർ പല ഡിസിഷൻസ് എടുക്കുന്നതിന് പിറകിൽ, ഇങ്ങനത്തെ ഒരു ആംഗിളിലായിരിക്കും ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഇതെല്ലാവർക്കും കണക്റ്റ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ചില ആൾക്കാർക്ക് ഉണ്ടല്ലോ, ഞാൻ തമാശ രൂപത്തിൽ പറയാറുണ്ട്. ഇപ്പം ഞാൻ മലപ്പുറത്താണുള്ളത്. ഓക്കെ, മലപ്പുറത്തുനിന്ന് കോഴിക്കോട് പോകണമെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും എത്തിയാൽ മതിയാവും. ചില ആൾക്കാർക്ക് കംഫർട്ടബിളായിട്ട് പോകണമെന്നുണ്ടാവും. ചില ആൾക്കാർക്ക് കുറച്ചും കൂടെ സെക്യൂരിറ്റിയിൽ കംഫർട്ടബിളായിട്ട് പോകണമെന്നുണ്ടാവും. അത് ഓരോ ആൾക്കാരുടെയും ചോയ്സാണ്. അവരുടെ കപ്പാസിറ്റി അനുസരിച്ച്, അവരുടെ നീഡ് അനുസരിച്ച്, അവരുടെ എമർജൻസി അനുസരിച്ചിട്ട് പല രീതിയിലായിരിക്കും ആൾക്കാർ ഡിസിഷൻ മേക്ക് ചെയ്യുന്നുണ്ടാവുക. സ്മാർട്ട് ഫോണുകളെ സംബന്ധിച്ചിടത്തോളം പലരും ഇന്ന് എന്തൊക്കെ ഫീച്ചറുകൾ ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാലും അത് ആൾക്കാരുടെ ഒരു ബേസിക് എക്സ്പീരിയൻസിന് ഒരുപാടൊന്നും എലിവേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഞാനൊരു 2 വർഷം മുൻപെങ്കിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഒപ്റ്റിമം ലെവൽ താണ്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഉള്ളതെല്ലാം എന്താ വെച്ചാൽ ചെറിയ ഇൻക്രിമെൻ്റൽ ഇമ്പ്രൂവ്മെൻറ്റുകളായിരിക്കും. ആ ഇൻക്രിമെൻ്റൽ ഇമ്പ്രൂവ്മെൻറ്റുകൾ തന്നെ ഐഫോൺ 17 ബട്ട് ദെൻ നമുക്കിത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്ക് എങ്ങനെയാണ് ഒരു ഐഫോൺ യൂസർ ഒരു ഫോൺ വാങ്ങുന്നതിലേക്ക് അവരെ നയിക്കുന്ന പ്രധാന റീസൺസ് എന്നുള്ളതിലേക്ക് നോക്കാം. നോർമലി ഐഫോൺ യൂസേഴ്സ് ഫോൺ വാങ്ങാറുള്ളത് ഒന്നുകിൽ അവരുടെ പഴയ ഫോണിൻ്റെ ബാറ്ററി ഡീക്കേ ആവുന്നു, അല്ലെങ്കിൽ വേണ്ടത്ര പെർഫോമൻസ് കിട്ടുന്നില്ല, ഒരു ദിവസം പൂർത്തിയാകുന്നില്ല. ഇങ്ങനത്തെ കാരണം കൊണ്ടാണ് അത്ര ഒരു 33% ഐഫോൺ യൂസേഴ്സും കറണ്ട് ഐഫോൺ യൂസേഴ്സും പുതിയ ഐഫോണിലേക്ക് അപ്ഡേറ്റ് ആവുക. അതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു റീസൺ എന്ന് പറയേണ്ടത് അവരുടെ ഫോൺ സ്ലോ ആകാൻ തുടങ്ങി. ഇതൊരു റീസണാണ്. മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഫോൺ വീണ് ഡാമേജ് ഒക്കെ ആയിട്ടുണ്ട്. ഈ കാരണം കൊണ്ടുണ്ടാവാം. ഒരു 15% മുതൽ 20% ആൾക്കാർ വരെ മാത്രമേ പുതിയ ഫോൺ മോഡൽ വന്നിട്ടുണ്ട് എന്നാൽ അതെന്നെ എടുക്കണം എന്ന് കരുതിയിട്ട് ഐഫോണിലേക്ക് മാറാറുള്ളൂ. പക്ഷേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലൊക്കെ വന്ന മോഡലുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മറുകെടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചു എന്ന് പറയുന്ന പോലത്തെ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ചെറിയ കോസ്മെറ്റിക് ചേഞ്ചുകളല്ലാതെ ഒരു കാര്യമായിട്ട് നിർബന്ധമായിട്ടും ഒരു അപ്ഡേറ്റ് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന ഈവൻ കളേഴ്സ് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. ഡിസൈൻ വൈസ് ആയിട്ടും കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ദെൻ ഒരു ഡിസൈൻ ഇമ്പ്രൂവ്മെൻറ്റ് ശരിക്കും നമുക്ക് ഐഫോൺ 17 കാണാൻ പറ്റും. അതൊരു ടെംപ്റ്റിംഗ് റീസണാണ്. ഞാനിപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് ഐഫോൺ എടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിലവിൽ കഴിഞ്ഞ ഇത്രയും കാലത്തിനകത്ത് ഐഫോണിൽ വരാത്ത ഒരു കളർ വന്നു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പുതിയ ചിപ്പാണ്. അപ്പോൾ കുറച്ചും കൂടെ സ്പീഡ് ഉണ്ടാകും, കുറച്ചും കൂടെ ബെറ്റർ ബാറ്ററിയാണ്, അതെടുക്കും. പക്ഷേ ഐഫോൺ എയർ എനിക്ക് എന്തിനാണ് അവരിറക്കിയെന്ന് മനസ്സിലായിട്ടില്ല. കാരണം ആരെങ്കിലും കുറച്ചും കൂടെ തിന്നറായിട്ടുള്ള ഐഫോൺ വേണം എന്ന് ലൈക്ക് അങ്ങനത്തെ എന്തെങ്കിലും മാർക്കറ്റ് സർവേ അവർക്ക് കിട്ടിയോന്ന് അറിയില്ല. ബട്ട് ദെൻ ഒരു കുറച്ചും കൂടെ ഐഫോൺ എയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാറ്റഗറി കൊണ്ടുവന്നതിൻ്റെ പിറകിലെ ലോജിക്ക് എന്താണെന്ന് അറിയില്ല. ബട്ട് ദെൻ അത് അത്രമാത്രം മാർക്കറ്റ് എടുക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ബാറ്ററി ബാക്കപ്പിനെ കുറിച്ചിട്ട് ഒരു ആശങ്ക പല ആൾക്കാരും പറയുന്നുണ്ട്. ആകെ 3000 mAh എങ്ങാണ്ട് ബാറ്ററി ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ദിവസമൊന്നും ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടിം കുക്ക് ഇതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ അത് ഈസി ഒൺലി ഫോണാണ്. ഈസി മൊള്ളി ആയതുകൊണ്ട് തന്നെ ആ സ്പേസും മറ്റുമൊക്കെ എടുത്തിട്ട് പിന്നെ ഒരു ക്യാമറയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സ്പേസ് കുറേ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവർ ബാറ്ററി മാക്സിമം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ടെൻഷനൊന്നും വേണ്ട, കറക്റ്റ് കിട്ടും, നല്ല പെർഫോമൻസാന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. പുള്ളിയുടെ ആണുള്ള കമ്പനി, അപ്പോൾ ചിലപ്പം പുള്ളി അത് ചുമ്മാ വാദിക്കായിരിക്കും. എന്തായാലും കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുന്നത് ഗ്ലോബലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐഫോണിൻ്റെ പ്രോ മോഡൽസിനാണ്. അപ്പോൾ 53% ഓഫ് ഐഫോൺ സെയിൽസ് ഇപ്പോൾ കറൻ്റ്ലി പ്രോ മോഡൽസിനാണ് അത്ര. അത് 17 പ്രോ മാക്സ് ആണ് വേൾഡ് വൈഡ് ആയിട്ട് കൂടുതൽ വാങ്ങുന്നത്. അപ്പോൾ ഇതിലെന്താണെന്ന് അറിയോ, ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കൂട്ടി വായിക്കേണ്ടുന്ന കുറച്ച് കാര്യമുണ്ട്. ഇപ്പോൾ പ്രോ മാക്സ് മോഡൽ ഇന്ത്യയിൽ 1.5 ലക്ഷം രൂപയെങ്കിലും മിനിമം വിലയുണ്ട്. അതിന് 256 മോഡലാണല്ലോ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് മോഡലായിട്ട് വരുന്നത്. 128 അവർ ഒഴിവാക്കിയല്ലോ. അപ്പോൾ അത് കാരണം ഒരു
$100 ബമ്പ് ഉണ്ട്. ബട്ട് ദെൻ ശരിക്കും ഓരോ നാട്ടിലും ആ നാട്ടിലെ പർച്ചേസിങ് പവറിനെയും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് ആ നാട്ടിൽ ഏത് ഐഫോൺ മോഡലാണ് പോകുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ 86% ഓഫ് ഇന്ത്യൻസും ഐഫോണിൻ്റെ ബേസിക് മോഡലാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ മിക്ക ആൾക്കാർ അതൊരു സ്റ്റാറ്റസ് സിമ്പലായിട്ട് കണ്ട് ആ ഒരു എന്താ പറയുക ആ ഒരു ബ്രാക്കറ്റിലേക്ക് ഐഫോൺ യൂസർ ആണെന്നുള്ള ബ്രാക്കറ്റിലേക്ക് കയറാൻ ശ്രമിക്കുന്നതാണ്. അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ട്. പെൺകുട്ടികൾ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടു. എന്ന് വെച്ചാൽ ആ ഒരു സ്റ്റാറ്റസിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ത്യയിൽ 2-3 ഫീച്ചേഴ്സ് ഞാൻ കണ്ടു. ഒന്ന് എന്താ വെച്ചാൽ 86% ആൾക്കാർ ഐഫോണിൻ്റെ ബേസിക് മോഡലാണ് വാങ്ങുന്നത്. 2, വാങ്ങുന്നവരിൽ വലിയൊരു ശതമാനം ആൾക്കാരും പുതിയ സീരീസ് ഇറങ്ങുമ്പോൾ അതിൻ്റെ തൊട്ട് പഴയ സീരീസ് വില കുറഞ്ഞ് കിട്ടുമെന്നുള്ള കാരണം കൊണ്ട് അങ്ങനെ ഐഫോൺ ബ്രാക്കറ്റിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. വാങ്ങുന്നതിൽ 4-1 ആൾക്കാരും EMI ഇട്ടിട്ടാണ് വാങ്ങുന്നത്. വാങ്ങുന്നതിൽ വലിയൊരു ശതമാനം ആൾക്കാരും 128 GB അതിൻ്റെ ഏറ്റവും പ്രൈസ് കുറഞ്ഞ വേരിയൻ്റാണ് വാങ്ങുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ശരിക്കും ഇതിനൊരു റീസൺ ഉണ്ട്. ഇന്ത്യയിൽ ഒരു ഐഫോൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ഇടത്തരം ജോലിയുള്ള ആൾക്ക് പോലും ഏകദേശം ഒരു 6 മാസം മറ്റൊക്കെ ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ US-ലോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ കുറച്ച് 4-5 ദിവസമൊക്കെ വർക്ക് ചെയ്താൽ മതി ഒരു ഐഫോൺ വാങ്ങാനുള്ള പൈസ കിട്ടാനെന്നുള്ളതുണ്ട്. റീസൺ എന്താ വെച്ചാൽ ഐഫോണിന് അമേരിക്കയിലും ഇന്ത്യയിലും വില നോക്കിയാൽ ഇന്ത്യയിൽ വില കൂടുതലാണ്, അമേരിക്കയിൽ വില കുറവാണ്. പക്ഷേ പർച്ചേസ് പവർ പാരിറ്റി എന്നൊക്കെ നമ്മളതൊക്കെ കണക്കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ ആവറേജ് 1 മണിക്കൂർ വർക്ക് ചെയ്താൽ $15 $20 ഒക്കെ ബേസ് പേ ഉണ്ട്. എനിക്ക് എക്സാക്റ്റ് ആയിട്ട് അറിയില്ല. 1 മണിക്കൂറിന് എന്ന് വെച്ചാൽ ഇന്ത്യൻ മണിയിൽ 1800 രൂപയൊക്കെ അവർക്ക് 1 മണിക്കൂറിന് പേ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ 4 ദിവസം 5 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, ഒരു ഐഫോണൊക്കെ വാങ്ങാം. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അത് പറ്റില്ല. അപ്പോൾ ഈ ഡിഫറൻസ് ഒരു പക്ഷേ ഈ വാങ്ങുന്നതിലും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ ആൾക്കാർ ബേസ് മോഡലെങ്കിലും വാങ്ങിയിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്യാണ് എന്നുള്ള ഒരു കാര്യം നമുക്ക് ഇതിനകത്തൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഐഫോണിൻ്റെ ആൾക്കാർ വാങ്ങുന്നതിൻ്റെ റീസൺസിലേക്ക് നമുക്കൊന്നും കൂടെ വരാം. അപ്പോൾ ഇന്ത്യക്കാരുടെ ഇത് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള കേസാണ്. ഗ്ലോബലി ഐഫോണിൻ്റെ പ്രോ മോഡലുകൾക്കാണ് വലിയ ഡിമാൻഡ് ഉള്ളത്. ഞാൻ റെഗുലറായിട്ട് വാങ്ങാറുള്ളത് പ്രോ മാക്സ് ആണ്. സ്ക്രീൻ സൈസ് കൂടുതലാണ്, ബാറ്ററി ബാക്കപ്പ് കൂടുതലാണ്. അപ്പോൾ ജനറലി ഇന്ത്യക്കാർ കുറ്റം പറയുന്ന കുറച്ച് പ്രശ്നമാണല്ലോ, ഐഫോണിന് ബാറ്ററി ബാക്കപ്പ് ഇല്ല, ഐഫോൺ ചൂടാകുന്നു. ഇത് പ്രോ മാക്സ് ആ കാറ്റഗറിയിലൊക്കെ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഇൻഡിപെൻഡൻറ്റ് ഒപ്പീനിയനാണ്. എല്ലാവർക്കും ഒരുപക്ഷെ അതേ അനുഭവം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സ്റ്റിൽ ലോകത്ത് 232 മില്യൺ ഐഫോണുകൾ കഴിഞ്ഞ വർഷം അവർ വിറ്റിട്ടുണ്ട്. ലോകത്ത് ടോട്ടൽ സ്മാർട്ട് ഫോൺ വിപണിയുടെ 15% ബേസിക്കലി ഐഫോണിനാണ്. പക്ഷേ സാംസങ് ആണ് അവരെക്കാളും മേലുള്ളത് കേട്ടോ, മീൻസ് ഈ മാർക്കറ്റ് ഷെയർ വെച്ചിട്ട്. പക്ഷേ 43% ഓഫ് ടോട്ടൽ സ്മാർട്ട് ഫോൺ റവന്യൂ വരുന്നത് ഐഫോണിനാണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ കമ്പനികളും ഉണ്ട്. 85% മാർക്കറ്റ് ഷെയർ ബാക്കി എല്ലാവരും കൂടിയാണ് ഹോൾഡ് ചെയ്യുന്നത്. പക്ഷേ 43% ഓഫ് മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ ടോട്ടൽ സെയിൽസ് വാല്യൂ വരുന്നത് ഐഫോണിനകത്താണ്. ഈ റീസൺ കൊണ്ടാണ് ആപ്പിൾ ഇപ്പോൾ ഫസ്റ്റ് 1ാം സ്ഥാനത്തുണ്ടായിരുന്ന ഒരു $3.5 ട്രില്യൺ വാല്യൂഷൻ ഉണ്ടായിരുന്ന കമ്പനിയാണ്. പക്ഷേ ഇപ്പോൾ NVIDIA മറ്റുമൊക്കെ മുൻപിലോട്ട് വന്ന സമയത്ത് ഐഫോൺ കുറച്ച് സ്ഥാനം പിറകോട്ട് പോയിട്ടുണ്ട്. ഐഫോൺ അല്ല, ആപ്പിൾ ആസ് എ കമ്പനി. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇത്രയും ഫോണുകൾ ഷിപ്പ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ, വളരെ ലെസ് നമ്പർ ഓഫ് മോഡൽസ് വെച്ചിട്ടാണ് അവരിത് ചെയ്യുന്നത്. ഇപ്പോൾ സാംസങ്ങിന് ശരിക്കും ബെറ്റർ മാർക്കറ്റ് ഷെയർ ഉണ്ടെന്ന് പറയുമ്പോഴും സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾക്കല്ല മാർക്കറ്റ് ഷെയർ ഉള്ളത്. ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെ മാർക്കറ്റ് ഷെയർ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ 62% ആപ്പിളാണ്. ഫ്ലാഗ്ഷിപ്പ് മോഡലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു പ്രീമിയം കാറ്റഗറിയിൽ അങ്ങനെ വേണമെങ്കിൽ കണക്കൂട്ടാം. അപ്പോൾ ശരിക്കും സാംസങ്ങിന് കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉണ്ടെന്ന് പറയുമ്പോൾ സാംസങ് 10,000 രൂപയ്ക്കോ അതിൻ്റെ താഴെ പ്രൈസിനും അങ്ങനെ പല പ്രൈസ് റേഞ്ചിൽ കുറേ ഫോൺ മോഡലുകളില്ലേ. നേരെ മറിച്ച് ഐഫോൺ ആകെ ഒരു 4 വേരിയൻ്റൊക്കെ ഇറക്കുന്നുള്ളൂ. ബേസിക് ഐഫോൺ അല്ലെങ്കിൽ ഐഫോൺ പ്ലസ്, അതുപോലെ ഐഫോൺ പ്രോ മാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സ്റ്റോറേജിലുള്ള ഡിഫറൻസ് അല്ലേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐഫോൺ അങ്ങനെ കുറഞ്ഞ പോർട്ട്ഫോളിയോ വെച്ചിട്ട് അതിൽ മില്യൺസ് ഓഫ് ഫോണുകൾ വിറ്റിട്ടാണ് ഈ 232 മില്യണൊക്കെ അവർ അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ സാംസങ് ഒരുപാട് പോർട്ട്ഫോളിയോ വെച്ചിട്ടാണ് ശരിക്കും ഐഫോണിനേക്കാൾ മുൻപിൽ നിൽക്കുന്നത്. അതാണ് വാല്യൂ വരുന്ന സമയത്ത്, അതായത് ആൾക്കാർ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഐഫോണിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ആൾക്കാർ തയ്യാറാവുന്നത്. അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 50,000 രൂപ കൊടുത്തു അങ്ങനെയാണെങ്കിൽ എനിക്ക് ഐഫോൺ വാങ്ങിക്കൂടേനോ എന്ന് ചോദിക്കും. അതെന്താ വെച്ചാൽ കുറച്ചും കൂടെ പ്രൈസ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ ട്രസ്റ്റ് ചെയ്യുന്നത് ആപ്പിളിനെയാണ് എന്നുള്ള ഒരു ബ്രാൻഡ് ലെഗസി ആപ്പിളിനുണ്ട്. എന്താ വെച്ചാൽ മിക്ക ആൻഡ്രോയിഡ് ഫോണുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 to 3 വർഷമൊക്കെ മാക്സിമം ഉപയോഗിക്കാൻ പറ്റും. പല ഫോണുകളും അത്ര പോലും കിട്ടാറില്ല എന്ന് പറയുന്നുണ്ട്. ബട്ട് ദെൻ അതിൻ്റെ ഒരു ഹയർ എൻഡ് ഫോണുകളാണെങ്കിൽ പോലും അത്ര ടൈമേ കിട്ടുന്നുള്ളൂ. പക്ഷേ ഐഫോണിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് ഒരു വൃത്തിയായിട്ടൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഐ മീൻ വീഴുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 7+ years ആയിട്ട് എൻ്റെ അടുത്ത് തന്നെ ഐഫോൺ ഉണ്ടായിരുന്നു. അത്രയും വർഷമുള്ള പാരലി വേറെ ഫോണുകളുണ്ടായിരുന്നു. പക്ഷേ ഒരു കുഴപ്പമില്ലാതെ അത്രയും കാലം സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ മാറ്റുമെന്ന് പറയാനുണ്ടായ ഒരു റീസൺ അത് ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്യുക. അതെന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കറൻറ്റ് ഉപയോഗിക്കുന്ന ഐഫോൺ 14 Pro Max ആണ്. അപ്പോൾ അതിനുശേഷം 15ഉം 16ഉം വന്ന സമയത്ത് ഒരു ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളൊരു റീസൺ തോന്നിയില്ല. കാരണം കഴിഞ്ഞ ഐഫോൺ സീരീസിലൊക്കെ പ്രധാന ഗുണമായിട്ട് അവർ പറഞ്ഞിരുന്നത് ആപ്പിൾ ഇൻ്റലിജൻസ് എന്നുള്ള സാധനമായിരുന്നു. ഈ ആപ്പിൾ ഇൻ്റലിജൻസിനെ നമ്മൾ വാച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഇൻഡസ്ട്രി ട്രെൻഡ് ഇങ്ങനെ നോക്കുമ്പോൾ
ആപ്പിൾ ഇൻ്റലിജൻസ് വീക്കാണ്, പല രീതിയിലും വീക്കാണ്. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ ടിം കുക്ക് ഇന്ന് ലോകത്തിപ്പോൾ മൊത്തത്തിൽ $344 ബില്യൺ അത്ര ഈ വർഷം മാത്രം ഈ AI ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പല കമ്പനികളുമായിട്ട് ചിലവഴിച്ചിട്ടുള്ളത്. അതായത് XAI ഉണ്ട്, OpenAI ഉണ്ട്, ജെമിനായി ഉണ്ട്, ആമസോൺ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രൊജക്റ്റുകൾ ബേസിക്കലി ഇത്രയും പൈസ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബെറ്റർ AI ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ ആപ്പിൾ എത്ര രൂപ അതിൽ ചിലവഴിച്ചിട്ടുണ്ടെന്ന് പോയിട്ട് സ്വന്തം സ്റ്റാഫിനെ റീറ്റെയിൻ ചെയ്യാൻ പോലും അവർ ശ്രമിച്ചിട്ടില്ല. കാരണം മെറ്റയുടെ മാർക്ക് സക്കർബർഗ് വന്നിട്ട് ഇവരുടെ സൂപ്പർ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടീമിനൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുണ്ട്. ആ ടീമിലേക്ക് ആപ്പിളിൽ നിന്ന് ഒരാൾ അടിച്ചുകൊണ്ട് പോയപ്പോഴും ടിം കുക്ക് അവരെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പൈസയൊന്നും മുടക്കിയില്ല. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ആപ്പിൾ ഇപ്പോൾ ഇതിലൊരു വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള ഒരു ഘട്ടത്തിലാണ്. അതായത് AI എല്ലാവരും കിടന്ന് പരക്കം പായുന്നുണ്ട്, പക്ഷേ ആപ്പിളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇത് സോഫ്റ്റ്വെയർ മേക്കർ അല്ല ആപ്പിൾ എന്നുള്ള ഒരു റീസൺ ആവാം. മേ ബി അവരൊരു പ്രൈമറി ഐഡൻറ്റിറ്റി ഹാർഡ്വെയർ മേക്കറാണ്. ഐഫോൺ ആയാലും മാക് ആയാലും അങ്ങനത്തെ അവരുടെ ഇക്കോസിസ്റ്റത്തിന് വേണ്ടുന്ന സോഫ്റ്റ്വെയർ ആണല്ലോ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇന്ന് എല്ലാത്തിലേക്കും ഇൻ്റലിജൻസ് കൊടുക്കുന്ന പോലത്തെ ഒരു സിനാരിയോ ഇന്ന് ലോകത്തുണ്ട്. എന്താ വെച്ചാൽ അതിനൊരു കമ്പാരബിൾ സിനാരിയോ പറയുക എന്താ വെച്ചാൽ, ഇതിനു മുൻപ് വൈദ്യുതി വന്ന കാലത്ത് എല്ലാത്തിനെയും പിടിച്ചിട്ട് ഇലക്ട്രിഫൈ ചെയ്യുക എന്നുള്ളത് അന്നത്തെ ഒരു പ്രധാന ട്രെൻഡായിരുന്നു. ഇന്ന് അതിൻ്റെ ഒരു സെക്കൻഡ് ഓർഡർ തേർഡ് ഓർഡർ എഫക്റ്റൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന പോലെയുള്ള ഇത്രയധികം ഇലക്ട്രിക് ഗാഡ്ജറ്റ്സും മറ്റൊക്കെ ഇലക്ട്രോണിക് ഡിവൈസുകളും മറ്റൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ ഇതേ സാധനം ഇപ്പുറത്തേക്ക് വരുമ്പോൾ ആപ്പിളിൻ്റെ കാര്യത്തിൽ AI കാര്യത്തിൽ ഇന്ന് ലോകം മുഴുവൻ ഈ ഒരു റഷ് ഉണ്ടാകുമ്പോഴും ഒരു ഗോൾഡ് റഷ് പോലെ കാര്യങ്ങളൊക്കെ പോകുമ്പോഴും ആപ്പിൾ ഇതിൽ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇത് ആപ്പിളിൻ്റെ മാർക്കറ്റ് ഷെയറിനെ കുറക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ ഞാൻ അവിടെ ഒരു പോസിറ്റീവായിട്ട് കണ്ട കാര്യം എന്താ വെച്ചാൽ, ആപ്പിളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും ഒരു പ്ലാൻ ബി ഉണ്ടാക്കാം. അതായത് ഒന്നുകിൽ സ്വന്തം AI മറ്റൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് മുൻപിലേക്ക് വരാം. അതിനൊരു റിസ്ക് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ജേണിയിൽ ചിലപ്പോൾ OpenAI മറ്റോ ഒന്നും ചെയ്യുന്ന പോലെയുള്ള ഒരു നിലവാരത്തിലേക്ക് എത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇതിൻ്റെ ഒരു പ്ലാൻ ബി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ ജെമിനായി ഇൻ്റഗ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ OpenAIയുടെ ChatGPT ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ബേസിക്കലി സിരിയും മറ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണല്ലോ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് AI കാര്യത്തിൽ പറയാം. എങ്ങനെ ഒരു മോശം AIക്ക് എക്സാമ്പിളായിട്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് സിരി എങ്ങനെ ആൾക്കാർ റെഫറൻസ് പറയാറുണ്ട്. ബട്ട് ദെൻ ChatGPT ഒക്കെ നല്ല വോയിസ് അസിസ്റ്റൻസ് നൽകുന്നുണ്ട്. ജെമിനായി നല്ല മലയാളത്തിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നൽകുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ടൊന്നും കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡേർഡ്സും കറൻ്റ്ലി ഈ ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഡിവിഷനില്ല. ഇവിടെ ഇപ്പോൾ പറയപ്പെടുന്നത് എന്താ വെച്ചാൽ, മോസ്റ്റ്ലി സിരി ആൻഡ് ജെമിനായി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അധികം വൈകാണ്ട് തന്നെ വരും എന്നുള്ളതും, അപ്പോൾ ഗൂഗിളും ഐഫോണും കൂടെ കമ്പൈൻഡ് ആയിട്ട് കുറച്ചും കൂടെ ഒരു ഫ്യൂച്ചർ സിനാരിയോ ഒക്കെ വരുമെന്ന് പറയുന്നുണ്ട്. ഇനി ഇതല്ലാത്ത ഒരു 2-3 പ്ലാനുകൾ കൂടി ആക്ച്വലി ഐഫോണിനുണ്ട് അത്രേ. അതെന്താണെന്ന് വെച്ചാൽ അവരൊരു കമ്പനീനെ ടേക്ക് ഓവർ ചെയ്യും. പെർപ്ലെക്സിറ്റി അങ്ങനെ ഒരു ഡിസ്കഷനിൽ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ മിസ്ട്രാൽ ആയിരിക്കും, ഫ്രഞ്ച് ബേസ്ഡ് ആയിട്ടുള്ള AI സ്റ്റാർട്ടപ്പ്. അപ്പോൾ ഇവരെ ഹയർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവരെ പർച്ചേസ് ചെയ്തിട്ട് ഇവരുടെ സ്വന്തം ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഒന്നിപ്പോൾ ഇവർ ഒരുപാട് ബാക്കിലായി. അപ്പോൾ പിന്നെ അക്വസിഷൻ വഴി പെട്ടെന്ന് മുൻപിലോട്ട് കൊണ്ടുവരിക. അത് മുന്നേ മെറ്റയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് ആ മാർക്കറ്റിലേക്ക് വന്നു, വാട്സപ്പ് എടുത്തിട്ട് അവർ ആ മാർക്കറ്റിലേക്ക് വന്നു. ഇതുപോലെ ഒരു AI കമ്പനീനെ ബൈ ഔട്ട് ചെയ്തിട്ട് AIയിലേക്ക് വരിക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ അവിടെ അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഇഷ്യൂ എന്താണെന്നറിയോ? ഇൻ കേസ് ഈ കമ്പനി വർക്ക് ചെയ്തില്ല അവർ വിചാരിച്ച പോലെ, OpenAI തന്നെ കയറിപ്പോയി അല്ലെങ്കിൽ ജെമിനായി കയറിപ്പോയി, അപ്പോൾ ഇവർക്ക് എന്തുണ്ട്, ഇവർ ഏതെങ്കിലും ഒരു കമ്പനിനെ വാങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ അവരുടെ നഷ്ടം ബുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള പ്രശ്നം വരും. അല്ലെങ്കിൽ അവർ പിറകിലായി പോകാൻ അതൊരു ഇൻസ്റ്റൻറ്റ് റീസണായിട്ട് മാറും. അപ്പോൾ ടിം കുക്ക് എടുക്കാൻ സാധ്യതയുള്ളതായിട്ട് പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മുൻനിരയിലുള്ള ChatGPT അല്ലെങ്കിൽ ജെമിനായിയോ ഒക്കെ അവർ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള പ്ലാനുകളായിരിക്കാം ഇനി സിരിയിലും മറ്റുമൊക്കെ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ മുൻപോട്ടുള്ള പോക്ക് എന്നാണ് പറയപ്പെടുന്നത്. ഇതായിരിക്കും ഒരു ഹാർഡ്വെയർ മേക്കർ എന്നുള്ള നിലയ്ക്ക് ആപ്പിളിൻ്റെ കുറച്ചും കൂടെ ലോജിക്കലായിട്ടുള്ള ചോയ്സും എന്ന് പറയേണ്ടത്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, അത്യാവശ്യം കൊള്ളാവുന്ന ബാറ്ററി ലൈഫ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരുപാട് മാറ്റമൊന്നും ഇല്ല എന്ന് ആൾക്കാർ പറയുമ്പോഴും 14 Proയിൽ നിൽക്കുന്ന ഒരാൾക്ക് 17 Proയിലേക്ക് വരുമ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. പിന്നെ ഇതിനേക്കാൾ ഭംഗിയുള്ള ഫോണുകൾ എന്നാലും നിങ്ങൾ വേറെ കാണിച്ചു തരുന്നുള്ള അടുത്ത ചോദ്യമുണ്ട്. ഇപ്പോൾ നമുക്ക് ഫോൺ എന്തായാലും നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് കുറഞ്ഞു, പെർഫോമൻസ് കുറയാൻ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സാംസങ്ങിൻ്റെ ആൾക്കാർ തമാശ രൂപത്തിൽ പറയുന്നത് 200 മെഗാപിക്സൽ ക്യാമറ, അല്ലെങ്കിൽ ചന്ദ്രനെ വരെ സൂം ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നൊക്കെ. നമ്മളെന്താ ഡെയിലി ബേസിസിൽ ചന്ദ്രൻ എങ്ങനെ സൂം ചെയ്തെടുക്കല്? ഞാനൊരു ഫോണിൻ്റെ ക്യാമറ ഒക്കെ ഉപയോഗിച്ച കാലം തന്നെ മറന്നിട്ടുണ്ട്. ബട്ട് ദെൻ അതൊരു സംഭവമാണ് കേട്ടോ. ഐഫോണിൻ്റെ ക്യാമറ അടിപൊളിയാണ്. ഒരുപാട് ജേർണലിസ്റ്റുകളൊക്കെ എനിക്കറിയുന്ന ഒരുപാട് ഫ്രണ്ട്സ്, അതുപോലെ ഒരുപാട് വ്ളോഗേഴ്സ്, വീഡിയോ ചെയ്യുന്നവരൊക്കെ ഐഫോണാണ് അവർ ഉപയോഗിക്കുന്നത്. കാരണം സാംസങ്ങും മറ്റൊക്കെ ചിലപ്പോൾ അവർക്ക് അവരുടെ കൺവീനിയൻസിന് അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും അധികം ആൾക്കാരും വീഡിയോ എടുക്കേണ്ടുന്ന പോയിൻ്റ് വരുമ്പോൾ അവർ ഐഫോണാണ് ഉപയോഗിക്കുന്നത്. സിനിമകൾ വരെ ഐഫോണിലെടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ
ഐഫോൺ റെഗുലർലി യൂസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്രയൊക്കെ കാരണം മതി ഇതിലേക്ക് സ്വിച്ച് ചെയ്യാൻ. അതല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഒരു റാഡിക്കലായിട്ടുള്ള ഫീച്ചറോ മറ്റോ ഒന്നും ഈ ഒരു ഫോൺ കമ്പനിയും ഇന്ന് ഓഫർ ചെയ്യുന്നില്ല, ഇനിയോട്ട് ഓഫർ ചെയ്യാനും പോകുന്നില്ല. നമ്മൾ മുൻപ് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ ഇനി ഒരു ഷിഫ്റ്റ് വരുന്നത് പുതിയ രീതിയിലുള്ള ഗാഡ്ജറ്റുകളായിരിക്കാം. അത് ഒരു പക്ഷേ കണ്ണടയുടെ രൂപത്തിലായിരിക്കാം, അതല്ല പേനയുടെ രൂപത്തിലായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതല്ല നമുക്കൊക്കെ ജാർവീസ് പോലെ പേഴ്സണലൈസ്ഡ് ജാർവീസുകൾ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പല രൂപത്തിൽ വന്നേക്കാം. ഫോണുകളുടെ ഒരു ഫ്യൂച്ചർ അതുപോലെ പല രീതിയിലേക്ക് മാറിയേക്കാം. പക്ഷേ ഫോർ ദ ടൈം ബീങ് ഇപ്പോഴത്തെ ഒരു അവസരത്തിൽ നമുക്ക് ഒരു ആൻഡ്രോയിഡ് ഐഫോൺ കമ്പാരിസന് പോവാതെ നമുക്ക് സെക്യൂർ ആയിട്ടുള്ള അത്യാവശ്യം ക്വാളിറ്റിയുള്ള ലൈഫ് കിട്ടുന്ന റിലയബിൾ ആവുന്ന റിലയബിലിറ്റി വലിയൊരു ഫാക്ടറാണ്. എല്ലാവർക്കും ഈ പറയുന്ന പല കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ വാല്യൂ ഉള്ളതായിരിക്കില്ല. അതൊരു റിയാലിറ്റിയാണ്. ഇപ്പോൾ ഞാൻ ഒരിക്കലും മറ്റു ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഫോൺ എടുക്കാൻ പോകാറില്ല. ഐഫോൺ ഏതാ പുതിയത് ഇറക്കിയത് അതെടുക്കുക. കാരണം എന്താ വെച്ചാൽ ഒരു മിനിമം ക്വാളിറ്റി ഉണ്ടാവും. എനിക്കൊന്ന് വലിയൊരു ശതമാനം യൂസേഴ്സ് അങ്ങനെ എടുക്കുന്നവരുണ്ട്. ഇന്ത്യയിൽ 95% മാർക്കറ്റ് ആൻഡ്രോയിഡാണ്, 5% മാത്രമേ ഐഫോണുള്ളൂ. അപ്പോൾ ഇന്ത്യയിലെ യൂസ് കേസ് മാത്രം വെച്ചിട്ട് നമ്മളാണ് ലോകം എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. ഗ്ലോബലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിളിന് ഈ മാർക്കറ്റ് ഷെയർ കീപ്പ് ചെയ്യാൻ പറ്റുന്നതിന് വളരെ ലോജിക്കലായിട്ടുള്ള റീസൺസ് ഉണ്ട്. അവിടെ തന്നെയും ആപ്പിളിന് ഇന്ത്യക്കാർ പറയുന്ന പല ഷോർട്ട് കമ്മിങ്സും, ഇപ്പോൾ ബാറ്ററി കുറവും മറ്റുമൊക്കെ അത് ഐഫോണിൻ്റെ ബേസ് മോഡലുകൾക്കുള്ളതാണ്. അത് ഇന്ത്യയുടെ മാത്രം യുണീക്കായിട്ടുള്ള ട്രെൻഡാണ്. ആ കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. ഇനി എന്തുകൊണ്ട് ഫ്ലിപ്പും ഫോൾഡും ഇല്ല എന്നുള്ള റീസൺ അതെന്താ വെച്ചാൽ ഈ ടെക്നോളജി ആക്ച്വലി അത്ര മെച്ചുവേർഡ് അല്ല. ഇപ്പോൾ IP48 ഗ്രേഡിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാംസങ്ങിൻ്റെ ഫ്ലിപ്പും ഫോൾഡൊക്കെ വരുന്നതെന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. എനിക്ക് എക്സാക്റ്റായിട്ട് അറിയില്ല. ഈ സാധനം ആക്ച്വലി ഡസ്റ്റും മറ്റും കംപ്ലീറ്റ്ലി പ്രിവെൻറ്റ് ചെയ്യുന്നില്ല. ഒരുപാട് ഓപ്പണും ക്ലോസും വരുന്ന സമയത്ത് ഇതിന് ഡാമേജ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ എക്സാക്ട്ലി ഞാൻ നേരത്തെ പറഞ്ഞ റീസൺ ഉണ്ട്. നമ്മൾ കുറച്ചും കൂടി ഡ്യൂറബിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ, ഇതിപ്പോൾ ആപ്പിൾ വാച്ചിൻ്റെ ഒരു കഴിഞ്ഞ സീരീസാണ്. മുൻപത്തെ എൻ്റെ ആപ്പിൾ വാച്ചുകളൊക്കെ ഒരുപാട് സ്ഥലത്ത് ഇടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഡിസ്പ്ലേ പോകുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. കുറച്ച് കാഷ്വലായിട്ട് വണ്ടിയിൽ കയറുമ്പോഴോ അല്ലെങ്കിൽ ടാബിളിനടുത്തൊക്കെ നിന്നിട്ട് ഇടിച്ചിട്ട് പോകുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് പലപ്പോഴും പല സ്ഥലത്ത് ഇടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെ ഡാമേജ് വന്നിട്ടില്ല. ഇനി ഇതിന് ശേഷം വരുമോ അറിയില്ല. ബട്ട് ദെൻ അവരുടെ ആ ഒരു ഡ്യൂറബിലിറ്റിയിലൊക്കെ അവർ ഒരുപാട് മുൻപോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി അവർ പുതിയ iPhone 17 പറയുന്നുണ്ട് കേട്ടോ. അതായത് സെറാമിക് കോട്ടിങ്ങും മറ്റുമൊക്കെ ഉള്ള കാരണം ആൻറ്റി ഗ്ലെയർ കോട്ടിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ക്രാഷ് പ്രൂഫും മറ്റുമൊക്കെ, പ്രൂഫ് എന്ന് പറയാൻ പറ്റില്ല, ഒരു റെസിസ്റ്റൻസ് അവർ പിന്നെയും സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അത് ഈ ഫ്ലിപ്പ് ഫോൾഡ് കാറ്റഗറി ഫോണുകൾക്ക് വരുമ്പോൾ ഡാമേജ് ചാൻസസ് വളരെ കൂടുതലാണ്. ഇതുകൊണ്ട് വാറൻറ്റിയുടെ മേലുള്ള റിസ്ക് കൂടുതലാണ്. സ്റ്റിൽ അതൊരു നീഷ് കാറ്റഗറിയാണ്. അത് അതിനേക്കാളൊക്കെ വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം അതാണ്. ലോകത്തുള്ള ടോട്ടൽ സ്മാർട്ട് ഫോൺ വിപണിയിൽ ജസ്റ്റ് 1.5% മാത്രമേ ഈ ഫ്ലിപ്പ് ഫോൾഡ് കാറ്റഗറി ഉള്ളൂ. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, വെറും 4 കാറ്റഗറി ഓഫ് ഫോൺസ് വെച്ചിട്ടാണ് ഈ 232 മില്യൺ ഫോൺസ് അവർ വിൽക്കുന്നതും 43% ഓഫ് ടോട്ടൽ വാല്യൂ അവർ ഹോൾഡ് ചെയ്യുന്നതൊക്കെ. അവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ അത്ര കൺസിഡറബിൾ അല്ലാത്ത, അത്ര വോളിയം പോകാത്ത ഒരു ഫോൺ മോഡൽ ഇറക്കുന്നതിൽ അവർക്ക് ഒരുപാട് ലോജിക്ക് ഉണ്ടാവില്ല. കാരണം അത് മെയിൻ സ്ട്രീം ആയിട്ടില്ല എന്നുള്ളതാണ്. ഇനി അധികം ആൾക്കാർ നമ്മളെ നാട്ടിൽ അറിയുന്ന സാംസങ്ങിൻ്റെ ഫ്ലിപ്പും ഫോൾഡൊക്കെ ആയിരിക്കും. പക്ഷേ വേൾഡ് വൈഡ് ആയിട്ട് ഇപ്പോൾ ഹുവാവിയാണ് മാർക്കറ്റ് ലീഡ് ചെയ്യുന്നതെന്നാണ് ഡാറ്റകൾ കാണിക്കുന്നത്. അപ്പോൾ ആ ടെക്നോളജി ഇപ്പോൾ IP68 ആണ് ഇപ്പോൾ ഇറങ്ങുന്ന ഐഫോണും മറ്റുമൊക്കെ. അപ്പോൾ IP48 ഉള്ള ഒരു പ്രൊഡക്റ്റും കൊണ്ടിട്ട് അവർക്ക് മാർക്കറ്റിൽ ഇറങ്ങേണ്ട എന്നുള്ളൊരു റീസൺ ആയിരിക്കാം മേ ബി. ഒന്ന് വാറൻറ്റി റിലേറ്റഡ് അങ്ങനത്തെ. അപ്പോൾ ഒരു ടൈനി മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നില്ല. പിന്നെ മറ്റൊരു രസകരമായിട്ടുള്ള ഒരു അനാലിസിസ് കണ്ട എന്താണെന്ന് വെച്ചാൽ ഐപാഡിനെറ്റൊക്കെ ചിലപ്പോൾ ഈ ഫോൾഡ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ വലിയ ഫോണായല്ലോ. അപ്പോൾ വലിയ ഫോണായി കഴിഞ്ഞാൽ ഇത് ഐപാഡിൻ്റെ സൈസായാൽ അപ്പോൾ ഐപാഡ് എന്നുള്ള മാർക്കറ്റിനെ ബാധിക്കല്ലേ. അപ്പോൾ അവരുടെ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിനെ കാനിബാളൈസ് ചെയ്യുന്ന പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവരേണ്ട എന്നുള്ള ഒരു റീസൺ ആയിരിക്കാം മേ ബി അവരിങ്ങനെ ചെയ്യാത്തതെന്നുള്ള ഒരു ജസ്റ്റിഫിക്കേഷനും കണ്ടു. എന്തായാലും ചില ആൾക്കാരെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കണ്ടു ഞാൻ. എന്താ വെച്ചാൽ ഐഫോൺ റിലീസ് വന്ന സമയത്ത് ആപ്പിളിൻ്റെ സ്റ്റോക്ക് താഴേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം iPhone 17 പോരാ എന്നുള്ളതാണ് എന്നുള്ള. റിയാലിറ്റി എന്താ വെച്ചാൽ iPhone 17 ഞാൻ അതിനെക്കുറിച്ച് തന്നെ സ്പെസിഫിക് ആയിട്ട് നോക്കി. ഇതൊരു ക്ലാസിക് ട്രെൻഡാണ്. എല്ലാ വർഷവും ഐഫോൺ ഇറങ്ങുമ്പോൾ ഇനി എന്താ വെച്ചാൽ ന്യൂസിൽ ബൈ ചെയ്യുക, റിയാലിറ്റി വരുമ്പോൾ സെല് ചെയ്യുക എന്നുള്ളൊരു സാധനമുണ്ട്. ജനറലി സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ കളിക്കുന്നവർക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതിലേക്കുള്ള ഹൈപ്പ് ഇങ്ങനെ റഷപ്പ് ചെയ്യുന്ന പോയിന്റിൽ സ്റ്റോക്ക് പ്രൈസ് ഇങ്ങനെ കയറും. ആ ഹൈപ്പ് കഴിഞ്ഞ് ഇതാണ് റിയാലിറ്റി എന്ന് വരുന്ന സമയത്ത് അത് താഴത്തേക്ക് ഇറങ്ങും. പിന്നെ ആക്ച്വൽ ഡിമാൻഡ് പുഷ് ചെയ്യുമ്പോൾ എഗെയിൻ പ്രൈസ് കയറും. ഇപ്പോൾ ഇന്നെല്ലാം ഈ വീഡിയോ ചെയ്യുന്ന പോയിന്റിലെല്ലാം 15-ാം തീയതി സ്റ്റോക്ക് കയറുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഐഫോണിൻ്റെ പ്രീ ഓർഡറുകളാണ്. വേൾഡ് വൈഡ് ആയിട്ട് ഐഫോണിന് നല്ല പ്രീ ഓർഡറുകൾ ലഭിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നേരത്തെ പറഞ്ഞ പോലെ ബേസ് മോഡലിൽ നല്ല പ്രീ ഓർഡർ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ഈ എസ്തെറ്റിക്സിലൊക്കെ വന്ന മാറ്റമാണ്. കാരണം 36% ഓഫ് കറൻറ്റ് ഐഫോൺ സ്വിച്ചിങ് അങ്ങനെ ഒരു ഡാറ്റ ഉണ്ടായിരുന്നു. അതായത് ഈ വർഷം ഐഫോൺ വാങ്ങാൻ പോകുന്നവരുടെ ഒരു ട്രെൻഡ് പരിശോധിച്ചിട്ട് അവരുടെ റീസൺസ് നോക്കിയപ്പോൾ 36% ആൾക്കാർ പുതിയ ലുക്ക് കാരണം വാങ്ങുന്നുണ്ട്. 53% ആൾക്കാർ പഴയ ഐഫോണിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ പ്രശ്നമായത് കാരണം വാങ്ങുന്നുണ്ട്. പിന്നെ ഡാമേജ് അങ്ങനത്തെ കാറ്റഗറിയൊക്കെ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. അപ്പോൾ 14 ഉപയോഗിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം
15ഉം 16ഒക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ 17 നല്ലൊരു ഓപ്ഷനാണ്. ഒരു 3+ ഇയേഴ്സ് ആയിട്ട് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അപ്പോൾ 17 നല്ലൊരു ഓപ്ഷനാണ്. 15ഉം 16 ഉപയോഗിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എസ്തെറ്റിക്സ് നിങ്ങൾക്ക് വലിയ വിഷയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഫോണിലേക്ക് സ്വിച്ച് ചെയ്യാം. അതല്ലാതെ ഒരു കമ്പൽസറി ആയിട്ട് നിങ്ങൾ ഫോൺ സ്ലോ ആണ്, ബാറ്ററി പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വിച്ച് ചെയ്യാം. ബാറ്ററി പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ ബാറ്ററി മാറ്റിയാൽ മതി, കുറച്ച് പഴയ ആപ്പുകൾ ഒഴിവാക്കിയാൽ മതി. നിർബന്ധമായിട്ടും മാറ്റണം എന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പോൾ 14 അല്ലെങ്കിൽ അതിൻ്റെ പഴയ മോഡലിലേക്കോ ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ഡിഫറൻസ് ഫീൽ ചെയ്യും പുതിയ മോഡലിലേക്ക് എന്നുള്ളതാണ് റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിസൈനിൽ ഇനി എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളതാണ്. അതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഒക്ടോബർ ഒരുപാട് ഇവൻറ്റുകളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. ജൈടെക്സ് ഗ്ലോബൽ ദുബായിൽ വെച്ച് നടക്കുന്നുണ്ട്, അതുപോലെ ചൈനയിൽ വെച്ചിട്ട് കാൻഡൻ ഫെയർ നടക്കുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ഈ 2 പരിപാടിക്കും പോകണം, ഒരുപാട് അപ്ഡേറ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ രണ്ട് കമ്മ്യൂണിറ്റിയാണ്. ജൈടെക്സ് 12-ാം തീയതി തൊട്ടിട്ട് 17-ാം തീയതി വരെയാണ് ഒക്ടോബർ. അതുപോലെ 17 തൊട്ടിട്ട് 25-ാം തീയതി വരെ ചൈനയിൽ കാൻഡൻ ഫെയറിൽ പോകുന്നുണ്ട്. 25 തൊട്ട് നവംബർ 2 വരേക്കും കാൻഡൻ ഫെയറിൻ്റെ ഫേസ് 2ഉം 3ഉം കവർ ചെയ്തിട്ടുള്ള ഒരു ബാച്ചും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ ലോകത്ത് നടക്കുന്ന ടെക്നോളജി ഗ്രോത്ത് ഏതൊക്കെ ഡയറക്ഷനിലാണ് പോകുന്നതെന്ന് അറിയാം, നമുക്കതിൽ എന്തെങ്കിലും ബിസിനസ് സാധ്യതകളുണ്ടെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യുക, ഇത്തരം ഉദ്ദേശങ്ങളൊക്കെയാണ്. ടെക്നോളജി എന്ന് പറയുന്നത് ഈ ഫോൺ മാത്രമൊന്നുമല്ലല്ലോ, നമുക്ക് റിയൽ ലൈഫിൽ ഒരുപാട് ഏരിയകളിലുണ്ട്. ചില ആൾക്കാർക്ക് ChatGPT മാത്രമാണ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഞാൻ കണ്ടു. അവർ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ AI-യും റോബോട്ടിക്സും 3D പ്രിൻറ്റിങ്ങും വിർച്വൽ റിയാലിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റിയൽ ലൈഫിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന ഒരുപാട് ടെക്നോളജികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് AI-യുടെ മേലെയാണ് ഹൈപ്പ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കുന്നു. ബട്ട് ദെൻ മറ്റ് ടോപ്പിക്കുകളും കവർ ചെയ്യാറുണ്ട്. പറഞ്ഞു വന്നത്, അപ്പോൾ ഇത്തരം മേഖലകളിലൊക്കെ നടക്കുന്ന പുതിയ മുന്നേറ്റങ്ങൾ നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ എക്സിബിഷൻസ് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വരണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. എൻ്റെ കൂടെ വരണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതല്ല സ്വന്തം നിലയ്ക്കാണെന്നുണ്ടെങ്കിലും ദുബായ് അല്ലെങ്കിൽ ആ GCC ഭാഗത്തുള്ളവരാണെങ്കിലും ഇവൻ ഇന്ത്യയിലുള്ളവരാണെന്നുണ്ടെങ്കിലും ജൈടെക്സ് പോയി കാണുക. ലോകത്തിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ടെക്നോളജി എക്സിബിഷനാണ്. അതല്ല ഇമ്പോർട്ട് ബിസിനസ്സും മറ്റൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാൻഡൻ ഫെയറിൽ ഒരുപാട് പുതിയ പ്രൊഡക്റ്റുകൾ എല്ലാ കൊല്ലവും 6 മന്തിൽ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് പുതിയ പ്രൊഡക്റ്റുകൾ, മാർക്കറ്റ് കാണാത്ത പ്രൊഡക്റ്റുകൾ, പല റിയൽ ലൈഫ് സിനാരിയോയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ ചൈനയിൽ പോയാൽ കാണാം. ഒക്ടോബർ വളരെ ഇവൻറ്റ്ഫുൾ ആയിട്ടുള്ളൊരു മന്താണ്. അതിൻ്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ ഡിസൈനിൽ ഇനി എന്തെങ്കിലും മാറ്റം വരും അടുത്ത 2-3 വർഷത്തേക്കെങ്കിലും ഇതുതന്നെയായിരിക്കും ഡിസൈൻ എന്നുള്ളതാണ് ഒരു കാര്യം. ഫോൾഡ് ഫോണുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ 2026 ഫോൾഡ് ഇറക്കാനുള്ള ചാൻസസ് പറയുന്നുണ്ട്. ദെൻ അവരുടെ ഒരു ഹയർ AI അപ്ഡേറ്റുകളും മറ്റുമൊക്കെ നെക്സ്റ്റ് ഇയറിൽ എക്സ്പെക്റ്റഡ് ആണ്. ബട്ട് ദെൻ അധിക അപ്ഡേറ്റുകൾ ഇപ്പോൾ ഇതിനകത്ത് തന്നെ കിട്ടാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ മോഡലുകൾക്ക് തന്നെ ഈ ചിപ്പൊക്കെ അതിന് ഒപ്റ്റിമൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ആ അപ്ഡേറ്റുകളൊക്കെ ഇതിലും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇനി എയർപോഡ് Pro 3 വന്നിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ എയർപോഡ് Pro 2 ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ ഞാനിതിൽ ആകെ ഒരു ഫീച്ചർ മാത്രമാണ് അതിൽ യുണീക്കായിട്ട് അതിന് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. ബെറ്റർ നോയിസ് ക്യാൻസലേഷൻ പറയുന്നുണ്ട്, അതുപോലെ വോയിസ് ലൈവ് ട്രാൻസ്ലേഷൻ പറയുന്നുണ്ട്, ലാംഗ്വേജ് ട്രാൻസ്ലേഷനും മറ്റു കാര്യങ്ങളും പറയുന്നുണ്ട്. ദെൻ ഹാർട്ട് റേറ്റ് മോണിറ്റർ പറയുന്നുണ്ട്. അപ്പോൾ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അറിയാം, നമ്മൾ ജിമ്മിൽ ഗ്ലൗ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വാച്ച് കെട്ടൽ ഭയങ്കര കഷ്ടപ്പാടാണ്. അത് കാരണം കൊണ്ട് തന്നെ അധിക സമയത്ത് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ വാച്ച് ഉപയോഗിക്കാറില്ല. അപ്പോൾ ഈ ഹാർട്ട് റേറ്റ് സെൻസറും മറ്റുമൊക്കെ ഈ നമ്മുടെ എയർപോഡ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഫീച്ചർ ആയിരിക്കും. ആപ്പിൾ ഇറക്കുന്ന സമയത്ത് അത് അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ള ഒരു ടെക്നോളജി ആയിരിക്കും എന്നും കൂടെ പ്രതീക്ഷിക്കാം. അപ്പോൾ എയർപോഡ്സ് Pro 3 ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാമെന്ന് ചിന്തിക്കുന്നുണ്ട്. ബട്ട് ദെൻ iPhone 17 ഞാൻ എന്തായാലും എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് ഇതിൻ്റെ ജസ്റ്റിഫിക്കേഷൻസ്. ബട്ട് ദെൻ ഇത് ഒരു ആൻഡ്രോയിഡ് യൂസർക്ക് എത്രമാത്രം കമ്മ്യൂണിക്കേറ്റഡ് ആകും എന്നെനിക്കറിയില്ല. നിങ്ങൾ ഒഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ പങ്കുവെച്ചത്. എന്നെപ്പോലെയുള്ള ഒരുപാട് iPhone യൂസേഴ്സ് ഡിസിഷൻ മേക്ക് ചെയ്യുന്ന ഒരു രീതിയെ മനസ്സിലാക്കി തരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു.